പ്രസീദ. ഓം ശ്രീം ശ്രീം ഓം മഹാലക്ഷ്മി നമഃ. ഓം ശ്രീം 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 ഓം മഹാലക്ഷ്മി നമഃ. പിടിച്ചോളൂ. ഇനി ഒന്ന് വലം വെച്ച് വന്നോളൂ. ഓം ശ്രീം ശ്രീം മഹാലക്ഷ്മി നമഃ. താക്കോല് വാങ്ങിച്ചോളൂ. ഇനി കാറെടുത്തോളൂ. ശരി. ദാസരം പോലെ പ്രസാദം തരാം. ശരി തിരുമേനി. ഈ കാറിന് ഡ്രൈവറായോ? ഇത് ഓണേഴ്സ് കാറാ. ഞാനാ ഇതിന്റെ പുതിയ ഡ്രൈവർ. ഓ, നല്ല വണ്ടിയാ. ഇതിൽ യാത്ര ചെയ്യാൻ നല്ല സുഖ. ദാസ്. നമസ്കാരം ഗുരുജി. നമസ്കാരം. ക്ഷേത്ര ദർശനത്തിന് വന്നതാണോ എന്ന ഔപചാരികമായ ചോദ്യം ചോദിക്കുന്നില്ല. എന്തായാലും ക്ഷേത്രത്തിലൊന്ന് തൊഴുത് നെറ്റിയിൽ ആ ചന്ദനം ചാർത്തിക്കഴിഞ്ഞാൽ മുഖത്ത് ഈശ്വരൻ വിളക്കായി തെളിയും. സംശയം വേണ്ട ദാസ്. ദാസ് കുറച്ചുകാലം ഇവിടെ വിട്ടുനിന്നു അല്ലേ? അതെ ഗുരുജി. ഇവിടെ ഉണ്ടായ ചില പ്രതിസന്ധികളിൽ നിന്ന്. എന്ത് പ്രതിസന്ധികൾ? സ്വയംവരം ദൈവഹിതമാണ് ദാസേ. അവനറിയാതെ ഈ ഭൂമിയിൽ ഒന്നും നടക്കുന്നില്ല. അതറിയുക. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഒരില പോലും അനങ്ങില്ല എന്നർത്ഥം. ആ സ്വർഗസ്വരൂപിയുടെ ലിഖിതവും അലിഖിതവുമായ നിയമങ്ങൾ നാം അനുസരിച്ചേ പറ്റൂ. മനുഷ്യന്റെ ചിന്താഗതികൾ പോലെയല്ല ദൈവത്തിന്റെ നിയമങ്ങൾ. പരിപാവനമായ ഈ ദേവാലയത്തിന്റെ തിരുമുറ്റത്ത് വച്ച് ഞാനൊരു സത്യം പറയാം ദാസിനോട്. ദാസിലെ നന്മ ഈശ്വരനായി വന്ന് ദാസിനെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഭാഗ്യവാനാണ് ദാസ്. ഗുരുജി, സൽഗുണ സമ്പന്നനായ ഒരു മരുമകനെയാണ് ദാസിന്റെ മകൾ വിവാഹം കഴിച്ചത്. രണ്ടുപേരും എത്ര നല്ല കുട്ടികൾ. പ്രിയംവദയെ പോലെയോ അനസൂയെ പോലെയോ ഒരു മകൾ കല്യാണി. പൂജാമലരുകൾ പോലെയാണ് അവളുടെ വാക്കുകൾ. ആനന്ദിനെയും കല്യാണിയെയും ദൈവം കാത്തുകൊള്ളും. ദാസ് ഭയപ്പെടണ്ട. എതിർപ്പുകൾ സ്വാഭാവികം. അത് താനെ മാറിക്കൊള്ളും. ചന്ദനമുട്ടികൾ ചുമന്നുകൊണ്ടുപോകുന്ന കഴുത തന്റെ പുറത്തുള്ള ഭാരം മാത്രമേ അറിയുന്നു, ചന്ദനത്തെ അറിയുന്നില്ല. ഇപ്രകാരം അനേക ശാസ്ത്രവിധികൾ പഠിച്ചിട്ടും അതിന്റെ താല്പര്യമറിയാത്ത അവിവേകികൾ കഴുതയെപ്പോലെ അപശബ്ദം ഉണ്ടാക്കുകയാണ്. എന്തായാലും ദാസിനെ കണ്ടത് കാര്യമായി. എന്താ ഗുരുജി? ദാസ് ചെയ്യാനുള്ളതല്ല, ദാസ് പറഞ്ഞു ചെയ്യിപ്പിക്കേണ്ടതാണ്. ആനന്ദിനെ കൊണ്ട് ആനന്ദിനോട് കല്യാണിയും കൂട്ടി എത്രയും പെട്ടെന്ന് കുടുംബക്ഷേത്രത്തിൽ പോയി തൊഴാൻ പറയണം. ദാസിന്റെ കുടുംബക്ഷേത്രം എവിടെയാ? നാട്ടിൽ വീടിനടുത്താ. നമ്മള് നിത്യമായി തൊഴാൻ പോകുന്ന ക്ഷേത്രമാകണമെന്നില്ല കുടുംബക്ഷേത്രം. എല്ലാവർക്കും ഓരോ കുടുംബക്ഷേത്രമുണ്ട്. കുടുംബക്ഷേത്രം ഏതാണെന്ന് പണ്ടൊരു ജ്യോത്സ്യനെ കൊണ്ട് നോക്കിച്ചതാ. അതും വീട്ടിനടുത്ത് തന്നെയാ. അത് തന്നെ, അവിടെ തന്നെയാണ് പോകേണ്ടത്. ഞാനവരെ പറഞ്ഞയക്കാം ഗുരുജി. അത് ഇനി വൈകിക്കണ്ട. ശരി ഗുരുജി. എനിക്ക് കുന്നിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം വരെ ഒന്ന് പോകണം. വരട്ടെ. ശരി.
അനികൂട്ടാ ആ പേനൊന്നും തന്നെ. ദാ. എന്ത് സമ്മാനം എഴുതി വെക്കും? ഞാൻ മനസ്സിൽ കണ്ടെത്തുന്ന സമ്മാനം വല്യൂഞ്ഞ് വാങ്ങിത്തരുമെന്നാ പറഞ്ഞത്. അതൊന്ന് കാണണല്ലോ. ചെമ്പരത്തിന്ന് എഴുതിയാലോ? വേണ്ട, അത് വല്യൂഞ്ഞ് പെട്ടെന്ന് ഊഹിച്ചെടുക്കും. ഏതായാലും വല്യൂഞ്ഞിന് പെട്ടെന്ന് പിടികിട്ടാത്ത എന്തെങ്കിലും വേണം എഴുതാൻ. എന്തെഴുതും? അദ്ദേഹം മുഗൾ സാമ്രാജ്യത്തിന്റെ ശക്തിമാനും കീർത്തിമാനുമായ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹം മുഗൾ സാമ്രാജ്യത്തിന്റെ ശക്തിമാനും കീർത്തിമാനുമായ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹം മുഗൾ സാമ്രാജ്യത്തിന്റെ ശക്തിമാനും കീർത്തിമാനുമായ ഭരണാധികാരിയായിരുന്നു. അനികൂട്ടാ, നീ ഇപ്പൊ എന്താ വായിച്ചേ? ഒന്നുകൂടെ ഒന്ന് വായിക്കും. അല്ലെങ്കിൽ വേണ്ട, നീ ബാക്കി വായിച്ചാ മതി. പൂർണമായും വെണ്ണക്കല്ലിൽ പണിതീർത്ത ഇതിനെ കാലത്തിന്റെ കവിളിൽ വീണ കണ്ണുനീർ തുള്ളി എന്നാണ് മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ വിശേഷിപ്പിച്ചിരിക്കുന്നത്. പൂർണമായും വെണ്ണക്കല്ലിൽ പണിതീർത്ത ഇതിനെ കാലത്തിന്റെ കവിളിൽ വീണ കണ്ണുനീർ തുള്ളി എന്നാണ് മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ വിശേഷിപ്പിച്ചിരിക്കുന്നത്. പൂർണമായും വെണ്ണക്കല്ലിൽ പണിതീർത്ത ഇതിനെ കാലത്തിന്റെ മുത്താണ്. ഇനി 3 ദിവസം കൂടിയുള്ളൂ ഞാൻ ഈ ഹൃദയത്തിന്റെ ഉടമയായ നാള് വരാൻ. ഞാൻ ഈ 3 ദിവസവും എന്റെ കല്യാണിക്കുട്ടിക്ക് ഓരോരോ സമ്മാനങ്ങൾ തരാൻ പോവാ. കല്യാണി, ഇറങ്ങി വാടി ഇങ്ങോട്ട്. അവൾ അകത്ത് കയറി ആട്ടായിരിക്കുവോ? കല്യാണി, അകത്തമ്മ എന്തെടുക്കായിരുന്നു?
പകൽക്കിനാവ് കാണുമായിരുന്നോ അതോ ചാച്ചുവായിരുന്നോ? എവിടെടി നിന്റെ പുന്നാര തന്ത ഡ്രൈവർ ദാസ്? ഇവിടുന്ന് ഒഴിഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോ ധൈര്യമുണ്ടെങ്കിൽ ഔട്ട് ഹൗസ് ഒഴിപ്പിക്കാൻ വാ എന്നും പറഞ്ഞ് കുറച്ചു മുന്നേ എന്നെ വെല്ലുവിളിച്ച് അമ്പലത്തിലോട്ട് എഴുന്നള്ളുന്നത് കണ്ടു. ഇതുവരെ തിരിച്ചെഴുന്നള്ളിയില്ലേ? ആ എന്നാ ഇനി നിന്നോടും കൂടി പറഞ്ഞേക്കാം. മതി നിന്റെയൊക്കെ ഇവിടുത്തെ പൊറുതി. കെട്ടും ഭാണ്ഡൊക്കെ എടുത്ത് വേഗം ഇറങ്ങാൻ നോക്ക്. ഇപ്പൊ ഈ നിമിഷം. എവിടേക്ക്? ഞങ്ങളെങ്ങോട്ടും പോകുന്നില്ല. മാഡം ഇത് എന്ത് ഭാവിച്ച? വീട്ടിൽ ആണുങ്ങളില്ലാത്ത സമയം നോക്കി അതിക്രമം കാണിക്കാൻ വന്നതാണോ? ആ കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. നീ ഇതേ പറയുള്ളൂന്നും ഇത് തന്നെ ചോദിക്കൂന്നും എനിക്ക് നന്നായിട്ടറിയാം. അതാ ദേ സർവ്വസന്നാഹമായിട്ട് ഇങ്ങോട്ട് പോന്നെ. ഇവന്മാർക്കേ മണിക്കൂറിനാ പൈസ. അതുകൊണ്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കാൻ തീരെ സമയമില്ല. നീയായിട്ട് ഇറങ്ങുന്നോ ഇവന്മാര് നിന്നെ ഇറക്കി വിടണോ? ആ അപ്പോ മൗനം സമ്മതം. എന്താ നോക്കി നിൽക്കുന്നെ? അകത്തേക്ക് കേറി എല്ലാം വലിച്ചു പുറത്തേക്കിട്ടോ. ചട്ടിയും പൊട്ടക്കലവും കിടക്കയും കുടുക്കയും എല്ലാം. നിക്ക്, ഇതിനകത്ത് കേറാൻ പറ്റില്ല. ചേച്ചി അയ്യോ വേണ്ട, ഒന്നും എടുത്ത് പുറത്തേക്ക് എറിയരുത്. മേഡം അവരോട് പുറത്തേക്ക് ഇറങ്ങാൻ പറയൂ. ഞാൻ മര്യാദക്ക് നിന്നോടൊക്കെ പറഞ്ഞതല്ലേ പ്രമാണമൊക്കെ തന്നിട്ട് ഇറങ്ങി പോവാൻ. അപ്പോ തന്തയുടെ മക്കളുടെയൊക്കെ ഒരു അഹങ്കാരം. ഇപ്പോഴും ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ മര്യാദക്ക് ഇറങ്ങി പോവാൻ. പിന്നെ എന്റെ ഭാഗത്ത് എന്ത് തെറ്റാ ഉള്ളേ? അയ്യോ ഒന്നും എടുത്ത് എറിയില്ല ഏട്ടാ. പുറത്തേക്ക് എറിയരുത്. നിർത്ത്. എന്താ ഇവിടെ? ആരെ ഇവരൊക്കെ? എന്താ ഇവിടെ നടക്കുന്നത്? നടക്കുന്ന എന്താന്ന് കണ്ടറിഞ്ഞൂടെ? കുടിയൊഴിപ്പിക്കൽ. അച്ഛാ ഇവരെല്ലാം വരി പുറത്തേക്ക് എറിയുക. നമ്മൾ ഇവിടുന്ന് ഇറങ്ങി പോണോ അത്രേ. ആരിവിടെ ആരെ ഇറക്കി വിടാനൊന്നും പോകുന്നില്ല. അയ്യോ ചേട്ടാ, എന്ത് തോന്നിയ ദിവസം കാണിക്കാനായോ മാഡം? ആ പിന്നെ ഇറക്കി വിടാതിരിക്കാനേ ഇത് നിങ്ങളുടെ അച്ഛന്റെ തറവാട് സ്വത്തൊന്നും അല്ലല്ലോ. മര്യാദക്ക് ഇറങ്ങി പൊക്കോളാം പല പ്രാവശ്യം ഞാൻ പറഞ്ഞതാ. അപ്പൊ പറ്റുമെങ്കിൽ ഇറക്കി വിടാൻ നോക്ക് എന്നൊരു വെല്ലുവിളി. ആ വെല്ലുവിളി ഞാനിങ്ങ് ഏറ്റെടുത്തു. ദേ ആ കാഴ്ചയാണ് ഇപ്പൊ കൺമുന്നേ കണ്ടോണ്ടിരിക്കുന്നത്. അയ്യോ അച്ഛാ എന്റെ പുസ്തകങ്ങള്. അയ്യോ ചേട്ടാ, എല്ലാം കൂടി കൂട്ടിയിട്ട് തീ കത്തിക്കടോ. പട്ടാപ്പകൽ വീട്ടിൽ കയറി വന്ന് ആക്രമണം കാണിക്കുന്നോ? നിങ്ങൾ എന്തേ കാണിക്കുന്നത്? ഇവിടെ ചോദിക്കാനും പറയാൻ ആളില്ല എന്ന് വിചാരിച്ചോ? ചോദിക്കാനും പറയാനും ഉള്ളവര് പറഞ്ഞിട്ട് തന്നെയാ ഞാൻ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. ഈ ഔട്ട് ഹൗസ് തൃച്ചംബരത്തിന്റെ സ്വത്താ. നിങ്ങളെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കാൻ അഖിലേച്ചിയുടെ കൽപ്പനയാ. അതാ ഞാൻ നടപ്പിലാക്കുന്നത്. എല്ലാം പെറുക്കി എറിയടോ. നിങ്ങൾ കാണിക്കുന്നത് ശരിയല്ല മാഡം. വീട്ടിൽ കയറി വന്ന് അക്രമം കാണിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. അയ്യോ അച്ഛ എന്റെ പുസ്തകങ്ങളെ. ചേച്ചി പിന്നെ നിധികുംഭങ്ങളാണല്ലോ പുസ്തകങ്ങള്. വല്ല ഹോട്ടലിൽ എച്ചിൽ പാത്രം കഴുകി ജീവിക്കേണ്ട ഇവനൊക്കെ കളക്ടറാവാൻ നടക്കുന്നു. ഓന്റെ ഒരു പുസ്തകങ്ങളും. നിർത്തടാ. ഞാൻ താമസിക്കുന്ന എന്റെ വീട്ടിൽ കയറി വന്ന് അക്രമം കാണിക്കുന്നു. അയ്യോ ഇറങ്ങിപ്പോടാ അവിടുന്ന്. ഒരെണ്ണത്തിനെ ഞാൻ വെറുതെ വിടില്ല. എന്താണോ നോക്കി നിൽക്കുന്നത്? ചവിട്ടി കൊല്ലടോ. ഇവനെയൊക്കെ ചവിട്ടി കൊന്നാലും ചോദിക്കാൻ ഒരു പട്ടിയും വരില്ല.
അച്ഛാ പോടാ. എന്റെ അച്ഛനെ വിടറാ. എന്റെ അച്ഛനൊന്നും ചെയ്യല്ലേ. അച്ഛനൊന്നും ചെയ്യില്ലെന്നാ. അച്ഛാ നമുക്ക് ഇവിടുന്ന് പോവാ അച്ഛാ. എനിക്ക് പേടിയാവുന്നു. എല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിക്ക്. ശരി മാഡം. അയ്യോ ചേട്ടാ കത്തിക്കല്ലേ അച്ഛാ. എന്റെ അച്ഛന്റെ ദേഹത്ത് തൊട്ടാ കൊന്നുകളയും ഞാൻ എല്ലാത്തിനും. മോളെ ജീവിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ കൊല്ലും ഞാൻ. മോളെ ഡോ അവളുടെ കയ്യിന്ന് ആ വെട്ടുകത്തി പിടിച്ചു വാങ്ങിച്ചിട്ട് അവളെയും കൂടി എടുത്തിട്ട് കത്തിക്ക്. എല്ലാത്തിനും കൂട്ടിയിട്ട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുന്ന. അടുക്കരുത്. അടുത്ത് കഴിഞ്ഞാൽ കൊല്ലും ഞാൻ. നിർത്ത്. കല്യാണി, ദേ തൃച്ചമ്പറ്റ ശിവരാമൻ സാറാണല്ലോ ആ വന്നിരിക്കുന്നത്. നീയൊക്കെ ആരാടാ? അതെ ശിവരാമേട്ടാ, അഖിലേച്ചി ഔട്ടോസ് ഒഴിപ്പിക്കാൻ പറഞ്ഞപ്പോ ഞാനേ നിക്കാനും കാണിക്കുന്നോടി. ഈ ഔട്ട് ഹൗസ് താമസിക്കുന്ന ആരാണെന്ന് അറിയോ നിനക്ക്? തൃച്ചമ്പുറത്ത് ശിവരാമകൃഷ്ണന്റെയും അഖിലാണ്ടേശ്വരിയുടെ മകനായ ആനന്ദകൃഷ്ണനും അവന്റെ ഭാര്യ കല്യാണിയുമാണ്. എല്ലാത്തിനുപരി ഞങ്ങളുടെ പ്രിയപ്പെട്ട ദാസിന്റെ വീടാണത്. അതെ അതെ അഖിലാണ്ടേശ്വരി പറഞ്ഞിട്ട് തന്നെയാ ഞാൻ കുടി ഒഴിപ്പിക്കാൻ വന്നത്. അഖില അങ്ങനെ പറയില്ല. അഖിലേക്ക് ദാസത്തെ പറഞ്ഞ കൂടെ പുറപ്പാണ്, അറിയോ നിനക്ക്? ശിവരാമേട്ടാ അത് പൊക്കോളാം എന്റെ മുമ്പിൽ. ശാപം പിടിച്ച ജന്മം. തെരുവ് ഗുണ്ടകളെ കൊണ്ട് വീട് ഒഴിപ്പിക്കാൻ വന്നിരിക്കുന്നു. നീ ആരടി? പൂരാൻ ദേവി. എന്താടാ നോക്കുന്നത്? ഞാനേ തൃച്ചമ്പരത്തെ ശിവരാമകൃഷ്ണ. എന്റെ നേരെ കയ്യോങ്ങണമെന്ന് തോന്നുന്നുണ്ടോ നിനക്കൊക്കെ? 5 മിനിറ്റ് സമയം തരുന്നു നിനക്കൊക്കെ. അതിനുള്ളിൽ ഇതൊക്കെ എവിടെ നിന്ന് എടുത്തോ അവിടേക്ക് തിരിച്ചുകൊണ്ട് വെച്ചേക്കണം നീ. ഇല്ലെങ്കിൽ ബാക്കി ജീവിതം സെൻട്രൽ ജയിലിലായിരിക്കും, പറഞ്ഞേക്കാം. ഈ മേഡം എന്ന് പറഞ്ഞപ്പോ ഇത് ഇത്രയും പുലിവാലി പിടിച്ച കേസാവുമെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല സാർ. വാടകയ്ക്ക് കൊടുത്തവർ മാറുന്നില്ല, അവരെ ഒഴിപ്പിച്ചു തരണമെന്നാ ഈ സ്ത്രീ നമ്മളോട് പറഞ്ഞത്.